കഞ്ചാവ് കടത്താൻ വിസമ്മതിച്ചതിന് പാലക്കാട് ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ച 3 പേരെയാണ് ഇപ്പോൾ പാലക്കാട് കസബ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പാലക്കാട് കൂട്ടുപാത സ്വദേശികളെയാണ് ഇപ്പോൾ പാലക്കാട് കസബ പോലീസ് പിടികൂടിയിരിക്കുന്നത്. പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂർ സ്വദേശിയായിട്ടുള്ള അബ്ബാസിനാണ് ഈ കഞ്ചാവ് കടത്ത സംഘത്തിൻ്റെ മർദ്ദനമേറ്റത്. ഇപ്പോൾ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്നായിരുന്നു ഈ സംഭവം? എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? സാറേ, വൈകുന്നേരം 1-ാം തീയതി വൈകുന്നേരം 4:15 പാലക്കാട് സിന്ധു കൂൾബാറിൻ്റെ അവിടെ നിന്ന് എന്നെ ഓട്ടോ വിളിച്ച് കൂട്ടുപാതയ്ക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി. എനിക്ക് വണ്ടി കയറിയ ആളിനെ ഒന്നും അറിയില്ലായിരുന്നു. കൂട്ടുപാതയിൽ വന്നപ്പോൾ ഒരു 10 മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർ കൂട്ടുപാതയിൽ നിന്ന് അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുപ്പിയോട് റോഡിലേക്ക് പോയി. അവിടെ പോയിട്ട് അവിടെ വേറെ ഒരാളെ കണ്ട് സംസാരിക്കുക എന്താ ചെയ്തിട്ട് ഈ ഓട്ടോ വിളിച്ച് വന്നവന് സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് അവൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഈ പയ്യനെ അവിടെ നിൽക്കുന്ന പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടു കുപ്പിയോട് റോഡിലേക്ക് ഐസ്ക്രീം കമ്പനിക്ക് വരുന്ന വഴിക്ക് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഈ വണ്ടി ഓട്ടോ വിളിച്ച ആളിനെയും കയറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ഒരു 100 മീറ്റർ പോയിരുന്ന കനാല് വരുമ്പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരാൾ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുപ്പിയോട് റോഡിലേക്ക് ഐസ്ക്രീം കമ്പനിൻ്റെ അവിടേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവരെയും കയറ്റി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 50 മീറ്റർ കഴിഞ്ഞിട്ട് വണ്ടി വീണ്ടും നിർത്താൻ പറഞ്ഞു. നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിർത്തി കൊടുത്തു. അപ്പോൾ ഈ വണ്ടിയിൽ കയറി 2 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് പോയി. അവരെന്തോ സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും എൻ്റെ വണ്ടിയിൽ വന്ന് കയറിയിട്ട് ഐസ്ക്രീം കമ്പനിൻ്റെ അങ്ങോട്ടേക്ക് വിടാൻ പറഞ്ഞു. പിന്നെ ഒരു 100 മീറ്റർ അങ്ങോട്ട് പോകുന്നതിനുള്ളിൽ വീണ് കണ്ടാലറിയുന്ന ഒരാൾ എൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ 3 പേരും ചേർന്നിട്ടാണ് നേരെ കുപ്പിയോട് റോഡിലേക്ക് ഐസ്ക്രീം കമ്പനി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് മെയിൻ റോഡ് വിട്ടിട്ട് ആ കാട്ടിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി വിടാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഒരു സാധനം എടുക്കണം, വണ്ടി അങ്ങോട്ട് വിടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിടാൻ കുറച്ച് അവരോട് സംസാരിച്ച് അങ്ങനെ പറ്റില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഞ്ചാവ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ അത് കയറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നത്തിലാണ് എന്നെ ഈ അടിക്കും പിടിക്കും വണ്ടി ചേർന്ന്. അതായത് എൻ്റെ ഓട്ടോയിൽ 3 പേരുണ്ടായിരുന്നു. ഈ 3 പേര് വണ്ടിൻ്റെ ഉള്ളിൽ എന്നെ അടിക്കും, ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് അടിക്കുകയും ചവിട്ടും കുത്തുമൊക്കെ ചെയ്തു. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് അവർ തന്നെ നീക്കിയെടുത്തത് അപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ടായിരുന്നു. വണ്ടി ഓട്ടോ ഒന്ന് ഇറങ്ങണതിന് മുമ്പേ എന്നെ ഡ്രൈവർ സീറ്റിലിട്ട് ചവിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടിൻ്റെ ഉള്ളിലിട്ട് 2 ചെവിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് പുറത്തിറക്കിയിട്ടാണ് മറ്റുള്ളവരൊക്കെ ഫോൺ ചെയ്ത് കണ്ടാലറിയുന്നത് 10-13 പേരുണ്ടായിരുന്നു. എന്നെ അടിച്ചത് 5 പേരാണ്. അതിൽ ആൾക്കാർ കണ്ടാൽ എനിക്കറിയും. അങ്ങനെ ഏകദേശം സ്റ്റേഷനിൽ ഞാൻ ആവശ്യപ്പെട്ട് പോലീസുകാർ ഏകദേശം അവരോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. അതായത് പാലക്കാട് 2-ാം തീയതി ചികിത്സ തേടി. അപ്പോൾ ഇതിനുള്ള സജ്ജീകരണം പാലക്കാട് ഇല്ലയെന്ന് പറഞ്ഞ് തൃശ്ശൂർക്ക് അപ്പം തന്നെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 108 പിടിച്ചിട്ട് എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് കൂടെ വരാൻ പറ്റാത്ത കാരണം എനിക്ക് പിറ്റേ ദിവസമാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അബ്ബാസ് ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പോലീസിന് മൊഴി നൽകുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ അബ്ബാസ് നൽകിയ മൊഴി പ്രകാരമാണ് ഇപ്പോൾ ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ, അനീഷും അതുപോലെ തന്നെ കൂട്ടുപാത സ്വദേശിയായിട്ടുള്ള സ്മികേഷ് എന്നിവരെ കസബ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഇനിയും ഈ കേസിൽ നിരവധി പ്രതികളെ പിടികൂടാനുണ്ട്. പ്രത്യേകിച്ചും അബ്ബാസിനെ പാലക്കാട് നിന്ന് കൂട്ടുപാതയിലേക്ക് ഓട്ടം വിളിച്ച് കൊണ്ടുവന്ന യുവാവിനെ ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി കൊണ്ടുപോകാനെന്നാണ് ഇപ്പോൾ കസബ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കേസിൽ നിലവിൽ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട 2 പ്രതികൾ ഉൾപ്പെടെ നിരവധി പ്രതികൾ പിടിയിലാവാനുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ലഹരി കടത്താൻ വിസമ്മതിച്ചതാണ് പാലക്കാട് കൊല്ലങ്കോട് വടവന്നൂർ സ്വദേശിയായിട്ടുള്ള അബ്ബാസിനെ ഈ ലഹരി കടത്ത സംഘം ക്രൂരമായി മർദ്ദിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.